ഈ 3-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം അതാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതൊരു കോൺവേഴ്സലി എന്ന് പറയുന്ന പോലെ തിരിച്ചുള്ള ആർഗ്യുമെന്റാണ്. അതായത് തിരിച്ചുള്ള ആർഗ്യുമെന്റാണ്. കർത്താവ് ആദ്യം 15-ാമത്തെ അധ്യായത്തിൽ യോഹന്നാന്റെ 15-ൽ പറഞ്ഞത്, എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിച്ചില്ലെങ്കിൽ ഫലം കൊടുക്കാൻ പറ്റില്ല, എന്റെ വചനം നിങ്ങളിൽ വസിച്ചെങ്കിൽ മാത്രമേ ഫലം കൊടുക്കാൻ പറ്റൂ. ഒരു വാസമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു എക്കോസിസ്റ്റം. ഒരു കുളത്തിൽ കിടക്കുന്ന മീനിനെ കുറിച്ച് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. ഈ കുളത്തിൽ കിടക്കുന്ന മീനിനെ ജീവിക്കാനുള്ളതല്ല ആ കുളത്തിൽ, അതിന് വെളിയിലുള്ള ഒന്നും അതിന് ആവശ്യമില്ല. അങ്ങനെയാണ് കുളത്തിൽ അത് ജീവിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ലോകത്ത് സാധാരണ ഒരു ജീവിതം ജീവിക്കാൻ ആവശ്യമായ ഒത്തിരി റിസോഴ്സസ് നമുക്ക് ഈ ലോകത്തുണ്ട്. എന്നാൽ ദൈവരാജ്യത്ത് ജീവിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. അവൻ നമ്മിൽ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റിസോഴ്സസുമായിട്ട്, അതായത് ദൈവരാജ്യത്തിൽ ജീവിക്കാനുള്ള റിസോഴ്സസുമായിട്ട് നമ്മൾ കണക്ട് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന റിസോഴ്സസുമായിട്ട് നമ്മൾ കണക്ട് ആകണമെങ്കിൽ ഇപ്പോഴും പഴയ ഐഡിയയിൽ ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്യുന്നവര് പുതിയ ഐഡിയയിലേക്ക് വരിക. ഞാൻ അതും തുറന്നു വെച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ആരും 1-2 പേര് അവിടെ ഇടയ്ക്ക് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ കുളത്തിലൊരു മീൻ ജീവിക്കുമ്പോൾ ആ മീനിന് ജീവിക്കാൻ വെളിയിൽ നിന്നൊന്നും ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പം ഈ ലോകത്തെ ജീവിതത്തിന് വേണ്ട എല്ലാ റിസോഴ്സസും ഈ ലോകത്ത് നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. വിദ്യാഭ്യാസം, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ ബുദ്ധി, ഇങ്ങനെയുള്ള എല്ലാ ബയോളജിക്കൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സ്, നമുക്കൊരു ജീവിതം ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഈ ലോകത്ത് നമുക്ക് പലതരത്തിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ ദൈവരാജ്യത്തില് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ, വിശുദ്ധീകരണം പ്രാപിക്കുവാൻ നമുക്ക് ഈ ലോകത്തിലെ റിസോഴ്സസ് അല്ല, നമ്മൾ ക്രിസ്തുവിൽ വസിച്ചില്ലെങ്കിൽ അത് സാധിക്കില്ല. അതുതന്നെയാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത്, അതുതന്നെയാണ് ലേഖനത്തിൽ കാണുന്നത്. ഇനി ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈക്കിളുണ്ട്. റോമാലേഖനത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് ശരിക്കും കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുവിശേഷത്തിലേക്ക് മടങ്ങി ചെന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, യോഹന്നാന്റെ ലേഖനം വഴി നമ്മൾ സുവിശേഷത്തിലേക്ക് മടങ്ങി ചെന്നു. ഇനി നമ്മൾ പതുക്കെ പതുക്കെ ഈ സെർമൺ ഓൺ ദ മൗണ്ട് എങ്ങനെ അനുസരിക്കുന്നത്, സുവിശേഷത്തിലേക്കുള്ളൊരു വാതിലാണ് ഇപ്പൊ തുറന്നേക്കുന്നത്. അതായത് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ ഒത്തിരി കൽപ്പനകളുണ്ട്, നമുക്ക് അനുസരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് നമ്മൾ ഇത്രയും നാളും അതെങ്ങനെ ചെയ്യുമെന്ന് ഉത്തരമില്ലാതിരുന്ന പല ചോദ്യങ്ങൾക്കും ഇപ്പൊ യോഹന്നാന്റെ ലേഖനത്തിലൂടെ കയറി ഇറങ്ങി അപ്പോസ്തലിക ഉപദേശം നമ്മൾ സ്വായത്തമാക്കി കഴിയുമ്പം നമുക്ക് ആ മത്തായിയുടെ തൊട്ടുള്ള എല്ലാ സുവിശേഷങ്ങളിലേക്കും വി ആർ ഗെറ്റിംഗ് ബാക്ക് ടു ദ ഗോസ്പൽസ്. ആ സുവിശേഷത്തിന്റെ നീതിയിലേക്ക് നമ്മൾ അനുസരണത്തിലൂടെ അടുത്തു വരുന്ന ആ ഒരു തലമാണ് നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുന്നത്. ദിസ് ഇസ് എ റിവേഴ്സ് കണക്ഷൻ ടു ദി ഗോസ്പൽ. അതായത് ഒരു സൈക്കിൾ പോലെയാണ്. നമ്മൾ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തു വെളിപ്പെടുത്തിയ നീതിയിലേക്ക് നമ്മൾ യോഹന്നാന്റെ ലേഖനം കൂടെ പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് എത്തുകയാണ്. നമ്മൾ അപ്പോഴെല്ലാം ഓർക്കണം, വി ആർ നെവർ പെർഫെക്റ്റ്. ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് ആകാൻ കഴിയില്ല. പക്ഷെ ക്രിസ്തുവിൽ നമുക്ക് തികഞ്ഞവരായി എപ്പോഴും കാണപ്പെടുന്ന നമുക്ക് ആ ഉന്നതമായ നീതിയിലേക്ക് സ്തുതിയോടെ, തൃപ്തിയോടെ, സന്തോഷത്തോടെ, ആശ്വാസത്തോടെ നോക്കാൻ കഴിയും, സമാധാനത്തോടെ നോക്കാൻ കഴിയും. നമുക്ക് ആ നീതി സംബന്ധിച്ച് പിതാവുമായ ഒരു സമാധാനം ഉണ്ടാകും. സംതിങ് ദാറ്റ്സ് ബിയോണ്ട് അസ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ പോലെ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് നമുക്ക് എത്താൻ പറ്റാത്ത, നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്ത പർവ്വതമാണ്. ആ പ്രവേശിക്കാൻ പറ്റാത്ത പർവ്വതത്തിലേക്ക് നമ്മൾ ഒരു കൊളുത്തിടുകയാണ്. ആ കൊളുത്ത് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ഉറച്ചിട്ട് നമ്മൾ അതിൽ തൂങ്ങിയാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഇപ്പൊ പ്രത്യാശ എന്ന പിടിവള്ളിയാണ് നമുക്കുള്ളത്. അത് ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. ആ നങ്കൂരത്തിൽ പിടിച്ച് മാത്രമേ നമുക്ക് ഈ വിശദീകരണത്തിലേക്ക് എത്താൻ പറ്റും. പ്രത്യാശ മുറിഞ്ഞു പോയാൽ നമുക്ക് ഇവിടെ കിടന്ന് ചുമ്മാ ചാടാന്നുള്ളതല്ലാതെ മുകളിലേക്ക് ഒന്നും എത്താൻ പറ്റത്തില്ല. ഇപ്പൊ പ്രത്യാശ നമുക്ക് ഉറപ്പിച്ചു തരാൻ വേണ്ടി അപ്പോസ്തലികമായ ഒരു ഉപദേശത്തിലൂടെ നമ്മളെ നടത്തിയിട്ട് തിരിച്ച് അത് സുവിശേഷത്തിന്റെ നീതിയിലേക്ക് അവിടെ ഒരു കൊളുത്തിട്ടിട്ട് നമ്മളെല്ലാം അതിന്റെ അനുസരണത്തിലേക്ക് അടുപ്പിക്കുക. നമ്മൾ എന്തോരം അടുത്ത് എല്ലാം നമുക്ക് അറിയത്തില്ലെങ്കിലും നമ്മുടെ അനുസരണത്തിന്റെ കൊളുത്തും ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് അവനെ
സ്നേഹിക്കുന്നവൻ, അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവൻ, അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവിടേക്കാണ് നമ്മളിപ്പോ കൊളുത്തിട്ടിരിക്കുന്നത്. അപ്പൊ പ്രത്യാശ കൊണ്ട് നമ്മൾ തേജസ്സിലേക്ക് ഒരു കൊളുത്തിട്ടിരിക്കുന്നത് മാത്രമല്ല, വിശ്വാസം കൊണ്ട് നമ്മൾ സുവിശേഷത്തിന്റെ നീതിയിലേക്കും കൂടി ഒരു കൊളുത്തിടുന്ന ഒരു അധ്യായമാണ് ഇത്. ദാറ്റ് മീൻസ് യു ആർ ഹുക്ഡ് ടു ദാറ്റ് റൈച്ചസ്നെസ്, ഹുക്ഡ് ടു ദാറ്റ് ഗ്ലോറി. നീതിയുടെ കിരീടവും തേജസ്സിന്റെ പൂർത്തീകരണം എല്ലാം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് ഈ അപ്പോസ്തലിക ഉപദേശം നമ്മൾ പഠിച്ചു തീരുമ്പോഴേക്കും വി ഗെറ്റ് എ ക്ലിയർ പിക്ചർ ആസ് ടു വാട്ട് വി ആർ ടാർഗറ്റിംഗ്. നമ്മുടെ മുമ്പിലുള്ള ആ ഓട്ടം എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ സ്ഥിരമാക്കി കിട്ടുന്നതാണ് നമ്മൾ ഈ വാക്യങ്ങളിലൂടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിലുള്ള ഇൻഹാബിറ്റിംഗ്, വസിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിച്ച് മീനിങ്. അതായത് എന്റെ ആവാസ വ്യവസ്ഥ ക്രിസ്തുവാണെന്ന് അർത്ഥം. അതായത് എനിക്ക് പുതിയ ജീവൻ ജീവിക്കാൻ വേണ്ടതെല്ലാം ക്രിസ്തുവിൽ നിന്ന് എനിക്ക് ലഭിക്കും. ദാറ്റ് മീൻസ് ഐ ലാക്ക് നത്തിങ്. ഇത് ഈ വിശുദ്ധീകരണത്തിന്റെ ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ 2 പത്രോസിന്റെ ലേഖനത്തിൽ ഇത് കാണുന്നുണ്ട്. 2 പത്രോസിന്റെ ലേഖനത്തിൽ 3-ാം വാക്യം, നമ്മളിത് പണ്ടൊരിക്കൽ വായിച്ചതാണ്. 3-ാം വാക്യം ഇങ്ങനെയാണ്: തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. ഇത് മലയാളത്തിലൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആയിട്ട് തന്നെ അത് മനസ്സിലാക്കണം. മലയാളം ബൈബിൾ ഈസ് അതർവൈസ് എ വെരി ഗുഡ് ട്രാൻസ്ലേഷൻ, ബട്ട് ദർ ആർ സർട്ടൻ മിസ്റ്റേക്സ്, ട്രാൻസ്ലേഷൻ എറേഴ്സ്. അതിലൊരു എററാണ് ഈ 3-ാം വാക്യം. കാരണം ഇത് ഗ്രീക്ക് പ്രിപ്പോസിഷൻ, അതായത് വിഭക്തി പ്രത്യയങ്ങൾ, ഗ്രീക്കിലെ പ്രത്യയങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യയങ്ങളാണല്ലോ പഠിക്കാൻ ഏറ്റവും പാടുള്ളത്. അതിന്റെ പ്രയോഗമാണ് ഇവൻ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം എനിക്ക് ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോഴും ആ ഒരു പ്രത്യയത്തിന്റെ കുഴപ്പമാണ്. ഇവിടെ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചു എന്നാണ്. ദാറ്റ് മീൻസ് മഹത്വം ആൻഡ് വീര്യം ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് അവർ കോൾ. അത് വെച്ചാണ് നമ്മളെ വിളിച്ചത്. ബൈ മഹത്വം, ബൈ ഗ്ലോറി, എക്സലൻസ് നമ്മൾ കാണുന്നത്. എന്നാൽ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ദീസ് ആർ നോട്ട് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് അവർ കോളിംഗ് ബട്ട് ടാർഗറ്റ് ഓർ എയിം. ഓക്കെ, എന്ന് പറഞ്ഞാല് നമ്മളെ എവിടെ എത്തിക്കുന്നു എന്നുള്ള ഡെസ്റ്റിനേഷനാണ് മഹത്വവും വീര്യവും. ഇങ്ങനെയാണ്: ഹിസ് ഡിവൈൻ പവർ ഹാസ് ഗ്രാൻഡഡ് ടു us all things that pertain to life and godliness through the knowledge of him who called us to his own glory and excellence. അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും, വീര്യത്താലും മഹത്വത്താലും അല്ല, അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം നമുക്ക് നൽകിയിരിക്കും. അപ്പൊ അവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ വിളി പൂർത്തിയാക്കാൻ വേണ്ടി, അവനെ പോലെ ആകാൻ വേണ്ടിയുള്ള ആ പരിജ്ഞാനത്തിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം വേണോ, ആ ജീവനും ഭക്തിക്കും വേണ്ടത് എന്തെല്ലാമാണോ അതെല്ലാം അവന്റെ ആത്മാവിനാൽ പരിജ്ഞാനത്തിൽ ഈ ദിവ്യശക്തിയാൽ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ആവാസ വ്യവസ്ഥ പെർഫെക്റ്റ് ആണെന്നർത്ഥം. ക്രിസ്തുവിൽ വസിക്കുന്നവനെ സംബന്ധിച്ച് മാത്രമേ ദൈവരാജ്യത്തെക്കുറിച്ചോ അനുസരണത്തെക്കുറിച്ചോ ചിന്തിക്കേണ്ടതുള്ളൂ. അതനുസരിക്കാൻ നമുക്ക് ഒത്തിരി ധനം ആവശ്യമാണ്. ആ ധനം ഒന്നും നമുക്ക് ലോകത്തിൽ നിന്ന് കിട്ടില്ല. ദൈവരാജ്യത്തിലെ നീതിക്ക് വേണ്ടതോ തേജസ്സിന് വേണ്ടതോ വിശുദ്ധീകരണത്തിന് വേണ്ടതോ ആയ യാതൊരുവിധ ധനവും ലോകത്തുനിന്ന് കിട്ടില്ല. അതെല്ലാം യേശു ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് യാതൊരു നന്മയ്ക്കും കുറവില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നന്മ ഉദ്ദേശിക്കുന്നത്? യേശുവിനെ പോലെ ജീവിക്കാൻ, പരിജ്ഞാനത്തിൽ ജീവിക്കാൻ വേണ്ട ഒരു നന്മയ്ക്കും കുറവില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് അവരെ സ്നേഹിക്കാനുള്ള ഒന്നും എന്റെ കയ്യിലില്ല എന്ന് പറയാൻ പറ്റില്ല. യു കനോട്ട് സേ ദാറ്റ്. കാരണം എന്താ? അത് കർത്താവിന്റെ ധനത്തിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ആ ആവാസ വ്യവസ്ഥയിൽ അതുണ്ട്. ഓക്കെ, മീൻ കിണറ്റിനകത്ത് കിടക്കുമ്പോൾ അല്ല കുളത്തിനകത്ത് കിടക്കുമ്പോൾ അതിന് കിട്ടാനുള്ള ഓക്സിജൻ അവിടെ സപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ ക്രിസ്തുവിന്റെ ജീവൻ പരിജ്ഞാനത്തിൽ ജീവിക്കാൻ എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം ഈ ക്രിസ്തുവിൽ വസിക്കുന്നവനെ സംബന്ധിച്ച് അത് അവന് സപ്ലൈഡ് ആണ്. ദർ ഇസ് നത്തിങ് ഷോർട്ട്, നത്തിങ് ഇൻ ഷോർട്ടേജ്, നത്തിങ് ഇൻ ഷോർട്ട് സപ്ലൈ. ഇത് നമ്മെ വല്ലാതെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വി നെവർ ലാക്ക് എനിത്തിങ് എന്ന്. അപ്പോൾ ഒരുത്തൻ കൽപ്പന അനുസരിക്കുന്നുണ്ടെങ്കിൽ, തിരിച്ചാണിത്, ഫലം കൊടുക്കുന്നുണ്ടെങ്കിൽ
നമ്മൾ ആദ്യം, അതാണ് ഈ സുവിശേഷത്തിന്റെ റിവേഴ്സ് കണക്ഷൻ എന്ന് ഞാൻ പറയാൻ കാരണം. സുവിശേഷത്തിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുക. സുവിശേഷത്തിൽ പറയുന്നത് ഫലം കൊടുക്കുന്നില്ല. ഫലം കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്റെ ഉള്ളിൽ വസിക്കണം, വസിക്കുവാണെങ്കിൽ നിങ്ങൾ ഫലം കൊടുക്കും. അതൊരു ഫ്യൂച്ചർ പ്രോമിസ് ആണ്. ഓക്കെ, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഫലം കായ്ക്കും. ദാറ്റ്സ് എ ഫ്യൂച്ചർ പ്രോമിസ്. എന്നാൽ ഇവിടെ അത് ഫ്യൂച്ചർ പ്രോമിസ് അല്ല, ഇവിടെ അതൊരു ആക്റ്റീവ് റിയാലിറ്റിയാണ്. ഈ ആക്റ്റീവ് റിയാലിറ്റി ഭാവി വാഗ്ദാനം അല്ല, അതിപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ പറയുന്നത് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ. ദാറ്റ് മീൻസ് ഇത് ആക്റ്റീവ്ലി നടക്കുകയാണ്. അങ്ങനെ ഒരുത്തൻ പ്രമാണിക്കുന്നുണ്ടെങ്കിൽ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അത് ഉറപ്പാണ്. അതില്ലെങ്കിൽ ഈ ഫലം കൊടുക്കാൻ പറ്റില്ല, അല്ലെ അതില്ലെങ്കിൽ ഈ കൽപ്പന അനുസരിക്കാൻ പറ്റില്ല. അപ്പൊ ഒരുത്തൻ അനുസരിക്കുന്നുണ്ടെങ്കിൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? ഒരുവന്റെ ഉള്ളിൽ അഗപ്പ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ദൈവ സ്നേഹമായതുകൊണ്ട് ആ ഒരു നേച്ചറിന്റെ പങ്കാളിത്തം, ആ ഒരു സ്വഭാവത്തിന്റെ പങ്കാളിത്തം ഒരുവന് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ ക്രിസ്തുവിൽ വസിക്കുന്നവനാണ്. ക്രിസ്തു അവനിലും ഉണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു സ്നേഹം മാത്രം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അപ്പൊ ആത്മാവ് എന്താ ചെയ്യുന്നത്? ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവ് നമ്മിൽ വസിക്കുന്നുണ്ട്. കർത്താവ് നമ്മിൽ വസിക്കുമ്പോൾ അവന്റെ സ്വഭാവം നമുക്ക് തരുന്നുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ അനുസരണമുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാൻ എന്തെല്ലാം ധനമാണോ ഉപയോഗിച്ചത്, അതേ ധനമെല്ലാം അവൻ നമുക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിൽ ഒരു കുറവും അവൻ വരുത്തിയിട്ടില്ല. ദാറ്റ് മീൻസ് എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിങ്സും കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. സോ ദേർ ആർ നോ എക്സ്ക്യൂസസ്. നമുക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. ഈ സ്നേഹം നമ്മളിൽ നിന്ന് വന്നേ പറ്റൂ. സോ യോഹന്നാന്റെ ലേഖനം എത്ര പ്രധാനമാണ്. ഞാനിത് വായിച്ചു വരുമ്പോഴാണ് ഇതിന്റെ ഡെപ്ത് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ഇതും കൂടെ എഴുതുമ്പോഴാണ് ഈ വചനം പൂർത്തിയാകുന്നത്. സുവിശേഷത്തിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. അപ്പൊ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു പോകാനുള്ള മടങ്ങിച്ചെല്ല. ഞാൻ ഈ സുവിശേഷം എന്തിനാ കർത്താവ് ഇങ്ങനെയുള്ള കട്ടിയുള്ള നീതി അത് എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് ഞാൻ ആദ്യം ആലോചിക്കുന്നത് ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പോഴാണ്. അന്ന് എനിക്ക് ഇതിന്റെ അപ്പോസ്തലിക ഉപദേശത്തിന്റെ ആ ഒരു പാറ്റേൺ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് ഒരു ബ്ലോഗ് തുടങ്ങി. അതിന്റെ പേര് ബാക്ക് ടു ഗോസ്പൽസ് എന്നായിരുന്നു. അതായത് സുവിശേഷത്തിലേക്ക് എങ്ങനെ മടങ്ങിയെത്താം. ദൈവം എനിക്ക് അന്ന് കാണിച്ചു തന്നൊരു കാര്യം, അതിനകത്ത് 1-2 ആർട്ടിക്കിൾ എഴുതിയുള്ളൂ. ബ്ലോഗ് ചിലപ്പോൾ ഇപ്പോഴും കാണുമായിരിക്കും. അത് ഞാൻ നോക്കിയിട്ട് ഒത്തിരി നാളായി. അതിന്റെ പേര് ബാക്ക് ടു ഗോസ്പൽസ് എന്നായിരുന്നു. അത് ജഡത്താൽ സാധിക്കില്ല എന്നന്ന് എനിക്കറിയില്ല. അത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ ജീവിച്ച് അനുഭവിച്ച് കർത്താവിനെ അനുഭവിച്ച വളർച്ചയിൽ നമ്മൾ ക്രിസ്തു വെളിപ്പെടുത്തിയ നീതിയിലേക്ക് വിശ്വാസം എന്ന ഹുക്ക് എറിയുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഓക്കെ, അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അപ്പൊ ആത്മാവ് നമ്മോട് പറയുന്ന സാക്ഷ്യം, ജീവിക്കുന്നത് നീയല്ല, ക്രിസ്തുവാണ്, അവൻ നിന്നിൽ വസിക്കുന്നു. ഹി ലീവ്സ് ഇൻ യു. കർത്താവ് നിങ്ങൾ വസിക്കുന്നുണ്ടോ? അതോ ജസ്റ്റ് രാവിലെ 5 മണിക്ക് പ്രാർത്ഥിക്കാൻ അല്ലെ 6 മണിക്ക് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ വന്നു പോവാണോ? നിങ്ങൾ ആ കർത്താവിന് വേണ്ടി ഒരു അരമണിക്കൂർ വിൻഡോ തുറന്നിട്ട് ഞാൻ അരമണിക്കൂർ കർത്താവിന് കൊടുത്തു എന്ന് ഗമ പറയുന്ന ആളാണോ? ദാറ്റ്സ് റിയലി ഗോയിങ് ടു ബി വെരി പത്തറ്റിക്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ദുർബല മനസ്സുള്ളവർ കേൾക്കരുത്. ചിലപ്പോൾ ഇങ്ങനെ പറയില്ല, ഇത് ദുർബല മനസ്സുള്ളവർക്ക് കാണാൻ പാടില്ല. ചില വീഡിയോസിനൊക്കെ കാണുമല്ലോ, ഫേസ്ബുക്കിലൊക്കെ വരും. ഈ ശരിക്കും നമ്മൾ ഈ ടൈം ടേബിൾ വെച്ചുള്ള പ്രേയറുകൾ നല്ലതാണെങ്കിലും അതിനകത്തൊരു ക്ഷീണമുണ്ട്. തുടക്കം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും ടൈം ടേബിൾ വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഈ ടൈം ടേബിൾ വെച്ചുള്ള പ്രാർത്ഥനയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം ടേബിൾ നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുള്ളതാണ്. അതായത് രാവിലെ ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതും ബൈബിൾ വായിച്ചു എന്നുള്ളതും കുറച്ചു നേരം കർത്താവിന്റെ അടുത്ത് ഇരുന്നു എന്നുള്ളതൊക്കെ എനിക്ക് മെറിറ്റായിട്ട് മാറും. അല്ലെ അത് ചെയ്തില്ലെങ്കിൽ എനിക്കതൊരു വിഷമമായും, ചെയ്താൽ അതെനിക്കൊരു മെറിറ്റായും, അത് ഞാൻ എന്തോ ദൈവത്തിന് വേണ്ടി നിർവഹിക്കുന്ന ഒരു കടമ പോലെയും ഒക്കെ എനിക്ക് അനുഭവപ്പെടാം. ഞാൻ ദുർബല മനസാക്ഷി ഉള്ളവരിത് കേൾക്കരുതെന്ന് പറയാൻ കാരണം അവരുള്ളതും കൂടെ നിർത്തും. ആകെ ഉള്ളത് ഈ രാവിലെയുള്ള പ്രാർത്ഥനയായിരിക്കും. പണ്ട് ഈ ഓസ്വേൾഡ് ചേമ്പേഴ്സിന്റെ ഒരു പുസ്തകം ഞാൻ പണ്ട് വായിച്ചപ്പോൾ, അത് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഞാൻ ആന്ധ്രയില് 2010 മുമ്പ് അത് വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുക, കർത്താവെ ഹാബിറ്റുകളിൽ തന്നെ രക്ഷിക്കണമെന്ന്. അതിനകത്ത് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഹാബിറ്റ് അനുസരിച്ച് നമ്മൾ ഇത്ര മണിക്ക് ഇന്നത് ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ആത്മാവല്ല, നമ്മുടെ മെമ്മറിയാണ്.
ഓ ഇത്തിരി കടന്നുപോയല്ലേ. നമ്മൾ ഓർക്കുവാണ്, മെമ്മറി അതൊരു ബുദ്ധിയുടെ ഒരു വ്യാപാരമാണ്. ആത്മാവ് നമ്മൾ നടത്തുന്ന അങ്ങനെയല്ല. ആത്മാവ് കണ്ടിന്യൂസ് ആണ്. നമുക്കത് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ശ്വാസം കിട്ടത്തില്ല. നമുക്ക് കർത്താവിന്റെ വചനം എന്ന് പറയുന്നതും കർത്താവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും ഇല്ലാതിരിക്കാൻ പറ്റാത്ത, അതായത് ഫോർമലായിട്ട് ഒരിടത്ത് മുട്ടുമടക്കി ഇല്ലെങ്കിൽ പോലും ദ ഹോൾ പ്രൊസീജിയർ ഓഫ് റിസീവിംഗ് ഫ്രം ദ ലോർഡ്, ദാറ്റ്സ് ആൻ ഓൺ ഗോയിങ് കണ്ടിന്യൂസ് പ്രോസസ്. അതിനിടയിൽ നമ്മൾ സെപ്പറേറ്റ് ഇരിക്കുന്നതൊക്കെ വളരെ പ്രധാനം തന്നെയാണ്, അതല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിൽ ആശ്വസിക്കാൻ നമുക്ക് ഇടവരരുത്. കാരണം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ഫുൾനെസ് ഓഫ് ലൈഫാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും എപ്പോഴും കർത്താവിന്റെ തുടർച്ചയായ ഇൻപുട്ട്. ഞാൻ ഈ ഞായറാഴ്ച ആ വിഷയം എടുക്കാനുള്ള കാരണം അത് തന്നെയായിരുന്നു. കാരണം നമ്മൾ ദൈവത്തിന്റെ ഹിതം അറിയുന്നതും ആർബിട്രറി ആൻഡ് വൺസ് ഇൻ എ വൈൽ, എന്താ പറയുന്നത്, ആർബിട്രറി എന്നുള്ളതിന് മലയാളം എന്താന്ന് പിടിയില്ല. ആർബിട്രറി ആൻഡ് വൺസ് ഇൻ എ വൈൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, വല്ലപ്പോഴും നമുക്ക് ആവശ്യം വരുമ്പോൾ, അത്യാവശ്യം വരുമ്പോൾ മാത്രം ആത്മാവിനാൽ നടത്തപ്പെടുന്നവരല്ല നമ്മൾ. കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ലൈഫ്, ജീവന്റെ തുടർച്ചയായ ഒഴുക്കിനകത്ത് നമ്മൾ പെട്ടുപോകേണ്ടവരാണ്. നമ്മൾ എപ്പോഴും അവനിൽ നിന്ന് ജീവൻ പ്രാപിച്ചുകൊണ്ട് ആ ജീവൻ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. സോ വി ആർ ഓൾവേസ് ഇൻഹാബിറ്റിംഗ് ഹിം. അതാണ്, അവനിൽ വസിക്കുകയും അവൻ എന്നിൽ താമസമാക്കുകയും ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈസ് ഇൻഹാബിറ്റിംഗ് മീ. അവൻ എന്നിൽ വസിക്കുന്നു, എന്റെ അകത്ത് താമസിക്കുന്നു. അവന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു. ദാറ്റ്സ് എ വെരി പവർഫുൾ വേർഡ്, പവർഫുൾ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്. സോ വി ഹാവ് എ പെർമനന്റ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. ഇനി അടുത്ത വാക്യം പറയുന്നത്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. ഇത് നമ്മൾ ഇന്നത്തെ കാലത്ത് ചർച്ചകൾ ഒത്തിരി പരാജയപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ ശോധന എന്ന് പറയുന്നത്. ഓക്കെ, പലപ്പോഴും നമ്മൾ ശോധന ചെയ്യുന്ന കാര്യത്തിൽ വളരെ മോശമാണ്. നമുക്ക് ജഡത്തിൽ ആകർഷണം തോന്നും, നല്ല ഭംഗിയായിട്ട് പ്രസംഗിക്കാൻ പറ്റും, നല്ല പ്രസംഗമായിരുന്നു. പലപ്പോഴും വി ആർ ഡിസീവ്ഡ് ബൈ ഹ്യൂമൻ ക്രാഫ്റ്റിനെസ്. വചനമാണോ പറയുന്നതെന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. വളരെയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രോസ്പെരിറ്റി പാസ്റ്ററുടെ പ്രസംഗം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് കേൾക്കാറുണ്ട്. എന്തിനാ കേൾക്കുന്നറിയോ? ഞങ്ങളോട് ഇതൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് കേൾക്കാൻ പോകണം. ഞാൻ കേൾക്കുന്ന ഒരു ക്യൂരിയോസിറ്റിയുടെ പേരില്ല. പുള്ളി എപ്പോഴെങ്കിലും വചനം എടുത്തൊരു വചനം വായിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇപ്പൊ 3-4 വർഷമായിട്ട് പുള്ളിയുടെ പല പ്രസംഗങ്ങൾ ഞാനിങ്ങനെ ഓടിച്ചിട്ട് കേൾക്കും. ഒരിടത്തും പുള്ളി ഒരിക്കലും ബൈബിൾ വായിക്കാറില്ല. ബൈബിളിൽ ഒരു വാക്യം പോലും വായിക്കാറില്ല. വളയമില്ലാതെ ചാടുക എന്ന്. പക്ഷെ പീപ്പിൾ ലൈക്ക് ഹിസ് മെസ്സേജസ് വെരി മച്ച്. വചനം വായിക്കാറില്ല. ഞാൻ ആളുടെ പേര് പറയുന്നില്ല. അത് നിങ്ങൾ വിവേചിച്ചാൽ മതി. നമ്മൾ ഈ വിവേചിക്കുക എന്ന് പറയുന്നത് വിധിക്കുന്നതല്ല, രണ്ടും രണ്ടാണ്. വിധിക്കുന്നതും വിവേചിക്കുന്നതും രണ്ടാ. വിധിക്കുന്നത് ഒരു മനുഷ്യനെ, വിവേചിക്കുന്ന ആത്മാവിനെയാണ്. രണ്ടാ. വിധിക്കുമ്പോൾ നമ്മളൊരു മനുഷ്യനെ, ജഡരക്തങ്ങളെ, ഒരു ജഡത്താലും രക്തത്താലുമുള്ള ഒരാളെ ത്രാസിൽ കയറ്റി നിർത്തിയിട്ട് അവന് തൂക്കം കുറവെന്ന് കണ്ടുപിടിക്കുകയാണ്. അതാണ് വിധി. അവൻ ശരിയല്ല, അവനെ വിശ്വസിക്കരുത്, അവൻ കള്ളനാണ്, അവന് ഇന്ന കുഴപ്പങ്ങളുണ്ട്. അതൊരു മനുഷ്യന്റെ മേലുള്ള വിധിയാണ്. ഒരാളുടെ പേര് ഗസ് ചെയ്തിട്ടുണ്ട്, ആളല്ല, മലയാളിയാണ്. ഓക്കെ, അപ്പോൾ വിധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജഡരക്തങ്ങളെ നമ്മളൊരു ത്രാസിൽ കയറ്റുകയാണ്. എന്നിട്ട് പറയാണ്, അവനെ കുറിച്ച് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ലോ, അവൻ ശരിയല്ല. ഇത് വിധിയാണ്. നമ്മൾ ജഡ്ജ് ചെയ്യാണ്. ഹീസ് എ ലയർ, ഹീസ് എ തീഫ്, ഹീസ് ഡബിൾ മൈൻഡഡ്. നമുക്ക് ഒത്തിരി അബ്ജക്റ്റീവ്സ് ഉണ്ട് മറ്റുള്ളവരെ കുറിച്ച് പറയാൻ. ഇതെല്ലാം വിധിയാണ്, വിധി പ്രസ്താവിക്കാൻ. എന്നാൽ നമ്മൾ വിവേചിക്കേണ്ടത് ഒരാൾ ഏത് ആത്മാവിനാൽ നടക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശുശ്രൂഷയ്ക്കായ ഒരാൾ സ്റ്റേജിൽ കയറുമ്പോൾ കള്ളപ്രവാചകന്മാർ അനേകരുള്ളത് കൊണ്ട് നമ്മൾ ഏത് ആത്മാവിനാലാണ് അവര് ജീവിക്കുന്നതെന്നും പ്രസംഗിക്കുന്നതെന്നും ശുശ്രൂഷിക്കുന്നതെന്നും നമ്മൾ വിവേചിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. യേശു ക്രിസ്തുവിന്റെ ആത്മാവില്ലാതെയാണ് ഒരാൾ സംസാരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ സ്വയനീതിയിലേക്കോ ലോകത്തിന്റെ സൗന്ദര്യത്തിലേക്കോ സുഖത്തിലേക്കോ ആണ് നയിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൽ നിന്നുള്ളതല്ല.
ഈ കാര്യത്തിൽ നമ്മൾ വളരെ ജാഗ്രത ഉള്ളവരായിരിക്കണം. എന്നോട് പലരും പറയാറുണ്ട്, എന്തിനാ ഇങ്ങനെ ആളുകളെ അനലൈസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് അനലൈസ് ചെയ്യുന്നതല്ല. ഉദാഹരണത്തിന് നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും വളരെ സട്ടിലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂത്രത്തിൽ ദുരുപദേശം പറയുന്ന ആളുകളുടെ വഞ്ചനയിൽ അകപ്പെട്ടു പോയാൽ പിന്നീട് അവരെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. കാരണം ഈ അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്ന ഒരു ത്രെഡാണ്. ആ ത്രെഡ് അത് നമ്മുടെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടും പോകില്ല. പക്ഷെ അത് വീണ് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അതിനു മുമ്പ് നമുക്ക് പലത് ഇരിക്കുമ്പോൾ അത് നല്ലതാണ് കേട്ടോ. പിന്നെ ചില സമയത്ത് നമ്മൾ വഞ്ചിക്കപ്പെടുന്ന ആളുകളുടെ വീരകഥകളാൽ, ഈ ആളുകളുടെ വീരകഥകളാൽ ഒരിക്കലും നമ്മൾ ആകർഷിക്കപ്പെടരുത്. ഓക്കെ, കാരണം അവരവിടെ അങ്ങനെ ചെയ്തു, അവരിവിടെ ഇങ്ങനെ ചെയ്തു, ഒക്കെ ശരിയായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത് കറക്റ്റ് പ്ലേസിൽ വരുന്നില്ലെങ്കിൽ, അത് ആത്മാവ് നയിക്കുന്ന യേശുവിന്റെ ജീവനിലേക്കും കൃപയിലേക്കും, ദൈവത്തിന്റെ കൃപയിലേക്കും വിശ്വാസത്താലുള്ള നീതീകരണത്തിലേക്കും വരുന്നില്ലെങ്കിൽ അത് വിട്ടേക്കുന്നതാണ് നമുക്ക് ആത്മീക ആരോഗ്യത്തിന് നല്ലത്. വി നീഡ് ടു ബി ഡബ്ലി വാച്ച്ഫുൾ about everything that we listen to. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് കേൾക്കുന്നത്, എന്താണ് നമ്മുടെ മുമ്പിൽ വെക്കപ്പെട്ടിരിക്കുന്നത്, അത് എത്ര ആകർഷകമായ വ്യക്തിത്വമുള്ള ആളാണെങ്കിലും, എന്തുമാത്രം കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് അവർ പറഞ്ഞാലും, അവർ സംസാരിക്കുന്ന വചനം നമ്മൾ വായിക്കുന്ന വചനവുമായി കണക്ട് ആകുന്നില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ലീവ് ദം ഫോർ ഗുഡ്. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഓക്കെ, ഇത് ഒരു കാര്യമാണ് നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ തോന്നും അത് കേൾക്കുമ്പോൾ. ഇന്ന് വളരെയധികം പ്രചരിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ അടുത്ത കാലത്തൊക്കെ വളരെയധികം പ്രചരിച്ചിട്ടുള്ളൊരു കാര്യമാണ് മനുഷ്യ നന്മയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സുവിശേഷം. മനുഷ്യന്റെ എഫേർട്ട്, മനുഷ്യന്റെ കഠിനാധ്വാനം. അതുപോലെ കഴിഞ്ഞ 2 സൺഡേ മുമ്പ് ഞാൻ ഞായറാഴ്ച ചർച്ചിൽ ഇതിനു മുമ്പുള്ള സൺഡേ പറഞ്ഞ ഒരു കാര്യമാണ്, ഉപദേശം ഏതായാലും കുഴപ്പമില്ല, ജീവിതം നന്നായാൽ മതി. നല്ല മനുഷ്യരെയാണ്, അതായത് നല്ല ജീവിതമുള്ളവരെയാണ് ദൈവം നോക്കുന്നത്. ഉപദേശത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതൊന്നും വലിയ പ്രശ്നമില്ല എന്ന് വിശ്വസിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ശരിയായിട്ട് തോന്നും, അല്ലെ? ശരിയല്ലേ? ദൈവം നോക്കുമ്പോൾ ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാം ക്രിസ്തുവിൽ ജീവിക്കണമെന്നല്ലേ? അപ്പൊ ക്രിസ്തുവിൽ അങ്ങ് ജീവിച്ചാൽ പോരെ? എന്തിനാ ഉപദേശം പെർഫെക്റ്റ് ആകുന്നത്? പ്രിയ സഹോദരങ്ങളെ, പെർഫെക്റ്റ് ആയ ഒരു ഉപദേശം അപ്പോസ്തലന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. ആ അപ്പോസ്തലിക ഉപദേശം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന, എത്രയും നല്ലതുപോലെ മനസ്സിലാകുന്നോ അത്രയും നമുക്ക് അനുസരിക്കാൻ പറ്റും. കാരണം അനുസരണം നമ്മൾ എന്തു മനസ്സിലാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് തൃത്വം എന്ന ഉപദേശം തന്നെ എടുത്തോ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, പിതാവ് പുത്രനെ സ്നേഹിച്ച പോലെ എന്നെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹമാണ് എനിക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ, അതേ സ്നേഹമാണ് ഞാൻ വേറൊരാൾക്ക് കാണിക്കേണ്ടതെന്ന് പറയുമ്പോൾ, ആ തിയോളജി കറക്റ്റ് ആവുമ്പോഴാണ് എന്റെ ഉള്ളില് ഞാൻ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന്, എന്റെ പോരായ്മ എന്താണെന്നും എന്നെക്കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത്. അവിടെ ത്രിയേക ഉപദേശം എന്നുള്ള മാറിപ്പോയി കഴിഞ്ഞാൽ, ഇപ്പം യേശു ക്രിസ്തു ദൈവമല്ല എന്നവരോട് പറയുന്ന ആള് മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്, കാര്യമില്ല. എന്തുകൊണ്ട് കാര്യമില്ലെന്നറിയോ? പിതാവ് പുത്രനെ സ്നേഹിച്ചത് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണെങ്കിൽ പിതാവ് യേശുക്രിസ്തുവിനെ മരിക്കാൻ അനുവദിച്ചതിനകത്ത് എന്താ ഇത്ര ഉള്ളത്? വേറൊന്നിനെ സൃഷ്ടിച്ചാ പോരെ? അതിനകത്ത് വലിയ സ്നേഹം എന്ന് പറയാൻ പറ്റുമോ? സ്വന്തം പ്രാണനെ തന്നെ തന്നു എന്ന് പറയുമ്പോഴാണ് ഇത് സ്നേഹം വെളിപ്പെടുന്നത്. അതായത് മാറ്റിവെക്കാനില്ലാത്ത, വേറൊന്നും സൃഷ്ടിക്കാൻ പറ്റാത്ത ഏകജാതനെ നമുക്ക് ഏൽപ്പിച്ചു തന്നു എന്ന് പറയുമ്പോഴാണ്, അതിലാണ് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്നത്. അവിടെ ഉപദേശം മാറിപ്പോയാൽ നമുക്ക് ഒരിക്കലും ആ ഒരു അടിസ്ഥാനത്തിലേക്ക് വരാൻ കഴിയില്ല. അപ്പം ഓരോ വചനവും നമുക്ക് അപ്പോസ്തലന്മാർ ഉപദേശിച്ചതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവം നമുക്ക് നൽകി എന്ന് പറയുമ്പോൾ, അതിന് താഴോട്ട് വരുമ്പോൾ വായിക്കുന്നുണ്ട്. 9-ാം വാക്യം നോക്കിയാൽ 4:9,
ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. ഏകജാതൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? വേറൊന്നും ഉണ്ടാകാൻ പറ്റിയാലെന്ന അർത്ഥം. ഇറിപ്ലേസബിൾ എന്ന് പറഞ്ഞാൽ ആകെ ഒരു പുത്രനേ ഉള്ളൂ, വേറൊരു പുത്രനെ സംഘടിപ്പിക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് സൺ ഈസ് നോട്ട് എ ക്രിയേഷൻ. ക്രിയേഷനാണ് ദൈവത്തിന് എപ്പോഴും വേണ്ടി സൃഷ്ടിക്കാമായിരുന്നു. ബട്ട് ഹി ബീയിങ് ദ ഓൺലി വൺ, ഹി വാസ് ഗിവൺ ടു അസ്. അവനെ നമുക്കായി നൽകി. അവിടെയാണ് ദൈവം എന്താണ് സ്നേഹമെന്ന് കാണിച്ചു തന്നത്. ഇപ്പൊ വാല്യൂബിൾ അല്ലേ ഓരോ വാക്യവും? വേദപുസ്തകത്തിൽ ഓരോ വാക്യവും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവനെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനമാണ്. ഓക്കെ, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. ഇപ്പൊ ലോകത്തിൽ എവിടെ നോക്കിയാലും ക്രിസ്തുവിനെ റിജക്ട് ചെയ്യുന്ന എല്ലാ ഇസങ്ങളും എതിർ ക്രിസ്തുവിന്റെയാണ്. അപ്പൊ എതിർ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിച്ചാൽ ആരാണ് എതിർ ക്രിസ്തു? എന്താണ് എതിർ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ യു റിജക്ട് ക്രൈസ്റ്റ് യു സൈഡ് വിത്ത് ആന്റി ക്രൈസ്റ്റ്. ക്രിസ്തു ഇല്ലാത്തതിനെയാണ് നമ്മൾ എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തുവിനെതിരെയുള്ളതാണ് എതിർ ക്രിസ്തു. ക്രിസ്തു എതിർ ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരെല്ലാം, അപ്പൊ ഒറ്റ വാക്യമുള്ളൂ നമ്മുടെ എല്ലാ പ്രസംഗങ്ങളിലും, എല്ലാ ജീവിതത്തിന്റെ ഓരോ കോർണറിലും, യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വിശുദ്ധീകരിക്കാത്ത എല്ലാ ഉപദേശങ്ങളും. അവൻ നമുക്ക് വേണ്ടി ജഡത്തിൽ ഇറങ്ങി വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പുനരുത്ഥാനവും രക്ഷയും അവൻ നമുക്ക് ദാനം ചെയ്തു എന്ന് വിശ്വസിക്കാത്ത, ആ രക്ഷയിൽ വിശ്വസിക്കാത്ത, ക്രിസ്തുവിനെ സെൻട്രാലിറ്റിയിലേക്ക് കൊണ്ടുവരാത്ത, യേശുക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യാത്ത എല്ലാം, ഒഴിവാക്കുന്ന എല്ലാം എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്നാണ് വരുന്നത്. ബിക്കോസ് വി ഡ്രോ അവർ സസ്റ്റനൻസ് ഫ്രം ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിന്നാണ് നമ്മൾ ജീവൻ ആവശ്യമുള്ളതെല്ലാം സമ്പാദിക്കുന്നത്, നേടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവാസ വ്യവസ്ഥ അവനിൽ ആസ്പദമാണ്, അവനിൽ അധിഷ്ഠിതമാണ്. അവനില്ലേ നമ്മൾ ശ്വാസം മുട്ടിച്ചാവും. ന്യൂ ലൈഫ് ഈസ് പോസിബിൾ ഓൺലി വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് എതിർ ക്രിസ്തു ആവും. ഓക്കെ, യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വത്തിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആന്റി ക്രൈസ്റ്റ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ആ ഒരു ആവാസ വ്യവസ്ഥ, എന്നിൽ വസിക്കുക എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥ, ആ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് വെളിയിലുള്ളതെല്ലാം ശരിക്കും ദൈവത്തിന് വിരോധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അപ്പം ദൈവത്തിന് രണ്ട് തരം ജനങ്ങളെ ലോകത്തുള്ളൂ. ഒന്ന് അവന്റെ പുത്രനാൽ വീണ്ടെടുക്കപ്പെട്ടവർ, മറ്റൊന്ന് പുത്രനാൽ സന്ധിക്കപ്പെടാത്തവർ, കാണപ്പെടാത്തവർ, പുത്രനാൽ തിരഞ്ഞെടുക്കപ്പെടാത്തവർ, വിശ്വസിക്കാത്തവർ. രണ്ട് ഗ്രൂപ്പ് മാത്രമേ എപ്പോഴും ദൈവത്തിന് ലോകത്തിലുള്ളൂ. ഓക്കെ, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതിപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പൊ തന്നെ ലോകത്തിലുണ്ട്. ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആള് വരുമെന്ന് വലിയ അത്ഭുതത്തോടെ കാത്തിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ആത്മാവ് ഇപ്പൊ തന്നെ നമ്മുടെ ചുറ്റും വ്യാപരിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നമുക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റുന്നത്? ഈ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ ഇത്തിരി കട്ടിയായിരിക്കും ഞാനിപ്പോ പറയുന്ന കാര്യങ്ങള്. കാരണം പണ്ട് ഈ ചെറുപ്പത്തിലെ ടിവിയിൽ ഒനിഡായുടെ പരസ്യം വരുമായിരുന്നു, ഓർമ്മയുണ്ടോ? നെയ്ബേഴ്സ് എൻവി ഓണേഴ്സ് പ്രൈഡ് എന്നും പറഞ്ഞു. അയൽക്കാരന്റെ അസൂയ സ്വന്തമാക്കുന്നവൻ അഭിമാനിക്കും, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു ഡെവിളുണ്ട്, രണ്ട് കൊമ്പും ഒരു വാലും ഒക്കെ ഉള്ളൊരു ഡെവിൾ. ആ ഡെവിളാണ് ഈ ഒനിഡയുടെ പരസ്യം നടത്തിക്കൊണ്ട്. സാത്താനെ വെച്ച് ബിസിനസ് ഉണ്ടാക്കിയ പാർട്ടികളാണ് അവര്. പക്ഷെ അങ്ങനെ ഒരു സാത്താൻ വന്നാൽ നമ്മൾ വളരെ വേഗം മനസ്സിലാക്കുമല്ലോ സാത്താന്. അപ്പൊ സാത്താൻ എപ്പോഴും വരുന്നത് ഈ ക്രിസ്തുവിന്റെ ആൾക്കാർക്കും കൂടെ അപ്പീലിംഗ് ആയ ഒരു ഫോമിലേ വരുള്ളൂ. അതായത് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കാവുന്ന രീതിയിൽ ഒരു ന്യൂട്രലൈസ്ഡ്, ബാലൻസ്ഡ്, ഡിപ്ലോമാറ്റിക് ആയിട്ട് എതിർ ക്രിസ്തു വരുള്ളൂ. ഹി വിൽ ലുക്ക് ലൈക്ക് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഒരു
ഒരു സ്വഭാവമുള്ള നല്ലൊരു മനുഷ്യനായിട്ടായിരിക്കും പുറമെ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിന്റെ നാമം എടുത്തുകൊണ്ട് തന്നെ ഇവർക്ക് വരാൻ പറ്റുള്ളൂ, ദൈവത്തിന്റെ നാമം എടുത്ത് മാത്രമേ വരാൻ പറ്റൂ. അങ്ങനെയെങ്കിലും നമ്മൾ അംഗീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്, സാത്താൻ ഒരു കൊമ്പും വാലും വെച്ച് വരുന്നതിന് പകരം ഒരു മനുഷ്യനെ അവന്റെ സ്ഥാനത്ത് ശക്തി കൊടുത്ത് നിർത്തുകയാണ് നമുക്കറിയാം. കാരണം അതൊരു ഹ്യൂമൻ പവറാണ്, ഹ്യൂമനിസമാണ് യേശുക്രിസ്തുവിനെതിരെയുള്ള ഏറ്റവും വലിയ വ്യവസ്ഥ. എതിർ ക്രിസ്തുവിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഹ്യൂമനിസമാണ്, മനുഷ്യ കേന്ദ്രീകൃതമായ ഉപദേശങ്ങൾ. മനുഷ്യന്റെ രാജത്വം, അതാണ് പിശാച് അവന് പ്രോമിസ് ചെയ്തത്. ഇന്ന് ലോകത്തിലേക്ക് നിങ്ങൾ എവിടെ നോക്കിയാലും മനുഷ്യനാ രാജാവ്. എങ്ങനത്തെ രാജാവെന്നറിയോ? അവന്റെ സുഖം, അവന്റെ പ്ലഷർ, ഓക്കെ, അവന്റെ തീരുമാനങ്ങൾ, അവന്റെ കാഴ്ചപ്പാടുകൾ, അതാണ് ഇന്ന് ലോകത്തിൽ മുഴുവൻ അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന വ്യാപാരങ്ങൾ മുഴുവൻ മനുഷ്യന്റെ സുഖത്തെ കച്ചവടം ചെയ്തുകൊണ്ടാണ്, മനുഷ്യനെ കച്ചവടം ചെയ്തുകൊണ്ടാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഒരു സൺഡേ ഞാൻ സംസാരിച്ചിരുന്നതാണ് എന്റെ ഓർമ്മ. ഓക്കെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. ഇത് ക്രിസ്തുവിന്റെ ആത്മാക്കളെല്ലാം ഇവിടെ ഉണ്ട്. ബട്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവനെ ജയിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞ ലോകത്തിൽ ദൈവത്തിൽ നിന്നുള്ളവരാണ്. എന്താ പ്രത്യേകത? നമ്മൾ ഓൾറെഡി ഈ ലോകത്തെ ജയിച്ചു കഴിഞ്ഞു. സോ വി നീഡ് നോട്ട് ബി അഫ്രൈഡ്. എന്തുകൊണ്ടാ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. ലോകത്തിൽ നിന്നുള്ളവരെ ജയിച്ചുമിരിക്കുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ല. അതാണ്, നമ്മുടെ ഉള്ളിൽ കർത്താവ് ഉണ്ടെങ്കിൽ മതി. യു ഡോണ്ട് നീഡ് ടു ഡു എനിത്തിങ്, യു ആർ വിക്ടോറിയസ്. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു, യു ആർ കോൺകറേഴ്സ്. ഒറ്റ റീസണേ ഉള്ളൂ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിന്റെ ആത്മാവിനേക്കാളും ലോകത്തിൽ ഏത് ക്രിസ്തുവിനേക്കാളും വലിയവനാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ജയിച്ചിരിക്കുകയാണ്. ഇനി ജയിക്കാൻ വേണ്ടി നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ഫൽസിക്കുന്നു ഒന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ യാതൊരു ആത്മാവിനും സാധിക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ ഈ മതം എന്ന് പറയുന്നത് ജയിച്ചു പോകുന്നത് അത് നമ്മളെ പേടിപ്പിക്കാൻ അതിന് കഴിയുന്നുള്ളതുകൊണ്ടാണ്. രണ്ട് കാര്യങ്ങളാണ് മതം നമ്മളെ പേടിപ്പിക്കുന്നത്. ഒന്ന്, നരകത്തിൽ പോകുന്നു പറഞ്ഞു, ഓക്കെ. മറ്റൊന്ന്, പിശാചിന്റെ പോരാട്ടം എന്ന് നിങ്ങളെ തോൽപ്പിക്കുമെന്നും പറഞ്ഞാണ്. ഈ രണ്ട് പോരാട്ടങ്ങൾ വെച്ചാണ് ഇന്ന് ഈ ഭയങ്ങൾ വെച്ചാണ് ഇന്ന് ലോകത്തെ ഇവര് കൺട്രോൾ ചെയ്യുന്നത്. അതായത് പിശാചിനെ പേടിപ്പിച്ച് ദാരിദ്ര്യം വരും, കഷ്ടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, അതുകൊണ്ട് നിങ്ങൾ ഇന്നതിനനുസരിച്ചോ എന്ന് പറയുന്നൊരു മതം നമുക്കറിയാം. അത് പെന്തക്കോസിനിടയിലൊക്കെ ഉണ്ട്, അങ്ങനൊരു മതമുണ്ട്. ഓക്കെ. എന്നാൽ വേറൊരു മതമുണ്ട്, നിങ്ങൾ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് നരകത്തിലിടുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്ന, അത് മാനുഷികമായ ഒരു നീതിയിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന, പ്രത്യാശയാൽ വരുന്ന വിശദീകരണമല്ല, മാനുഷികമായ നീതിയാൽ പണിയപ്പെടുന്ന ഒരു മതമുണ്ട്. എവിടെ ചെവി ഇങ്ങനെ തുറന്നാലും അതേ കേൾക്കാനുണ്ട്. മനുഷ്യന്റെ നീതി വാഴുന്നു, നമ്മുടെ പ്രവൃത്തികളാൽ നമ്മൾ വിശദീകരിക്കപ്പെടുന്നു, പ്രവർത്തിച്ച് വിശദീകരിക്കപ്പെടുന്നു. സ്വർഗം നമ്മൾ ഏൻ ചെയ്തെടുക്കുന്നു. അപ്പൊ ശരിക്കും ഏദൻ തോട്ടത്തിലെ ആ നന്മതിന്മകളുടെ വൃക്ഷമാണ് നമ്മളെ സഹായിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവനാൽ നമ്മൾ രക്ഷപ്പെടുകയല്ല. ആ ഉപദേശ രൂപം മനസ്സിലാകാത്തത് കൊണ്ട് പലപ്പോഴും ഈ രണ്ട് തരത്തിലുള്ള ഡിസപ്ഷനാണ്. ഭയത്തിൽ നിന്ന് ഒരു വിശദീകരണം ഉണ്ടാവില്ല, സ്നേഹത്തിൽ നിന്ന് മാത്രമാണ് വിശദീകരണം ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നങ്കൂരം പർവ്വതാരോഹകര് എറിഞ്ഞുറപ്പിക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടോ? പ്രത്യാശ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എയർ കഴിഞ്ഞു, അവിടെ തൂങ്ങിക്കിടന്നല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കാല് പറിക്കാൻ സാധിക്കില്ല. നമ്മുടെ നോട്ടം സ്വർഗത്തിൽ ഉറയ്ക്കാതെ ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിക്കാതെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ജയിച്ചവരാണ്. നമ്മളെ തോൽപ്പിക്കാൻ ആരെയെ കൊണ്ടും കഴിയില്ല. കാരണം എന്തുകൊണ്ടാ? ലോകത്തിലുള്ളവരെക്കാളും വലിയവനാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ. ഇനി നിങ്ങൾക്ക് പേടിയുണ്ടോ പിശാചിന്റെ പോരാട്ടം? അവിടെ യേശുവിന്റെ നാമത്തിൽ അങ്ങനെയൊന്നും പറയണ്ടേ. ദേശാധിപ ശക്തികളെ ശാസിക്കുന്നു, അത് പോകുന്നില്ല. കാരണം കർത്താവ് വരുന്നവരെ അതിന്റെ അധികാരം കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങൾക്ക് പോയി അതിനെ ഫലസിക്കാനൊന്നും പറ്റിയല്ല.
തന്നെ അതിന് നമ്മുടെ സുവിശേഷ വേലയെ തടയാനോ നിങ്ങളെ ഉപദ്രവിക്കാനുള്ള കഴിവുമില്ല. സുവിശേഷം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നോ അവിടെ എല്ലാ ആളുകൾ മോചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ളവൻ സകലത്തെക്കാളും വലിയവനാണ്. സുവിശേഷത്തിന്റെ വ്യാപ്തിയെ തടയാൻ അവിടെ ഇവിടെയുള്ള പിശാചുകൾക്ക് പറ്റുവാണെങ്കിൽ കർത്താവ് എന്തിനാ നമ്മുടെ കർത്താവാണെന്നും പറഞ്ഞിരിക്കുന്നതെന്ന് വേണേൽ നാട്ടിൻ ഭാഷയെ ചോദിക്കാം. ദൈവം ദൈവമായിരിക്കുമ്പം ആണയിട്ട് നമുക്കൊരു വാഗ്ദത്വം തന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ ആളുകളെ അന്ധകാരത്തിരിക്കുന്നവർ സ്വതന്ത്രരാക്കെന്ന് പറഞ്ഞു വിടുമ്പോൾ നമ്മൾ പറയും അവിടെ പോരാട്ടോ കർത്താവെ, അവിടെ അന്ധകാരമാ എന്ന് പറയാൻ പോലും പാടില്ല. ബിക്കോസ് ദ വേർഡ് ഓഫ് ഗോഡ് ലിബറേറ്റ്സ് പീപ്പിൾ വേറെവർ ഇറ്റ് ഈസ് പ്രീച്ച്ഡ്. നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവരെക്കാളും, അതോ അങ്ങനെ വിശ്വാസം ഇല്ലേ? അങ്ങനത്തെ വിശ്വാസമൊക്കെ പോയി തോന്നില്ല ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന്. ഈ ദൈവത്തിന്റെ ശക്തിയിൽ പോലും വിശ്വാസമില്ലാത്ത ആൾക്കാരായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. പിശാചിന് അതിനേക്കാൾ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഇന്നത്തെ മഹത്വം മുഴുവൻ പിശാചിനെ കൊടുക്കുന്നത്. ചില പ്രസംഗകർ കയറി കഴിഞ്ഞാൽ പിശാചിനെ കുറിച്ച് സംസാരിക്കും. സാത്താന്റെ അതൊക്കെ പഠിക്കാൻ ഭയങ്കര രസമാണ്. ഈ ഭീകര സിനിമകൾ കാണുക, ഭയങ്കര ഭയപ്പെടുത്തുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യർക്ക് ചിലർക്ക് ഭയങ്കര ആസക്തിയുണ്ട്. അപ്പൊ നമ്മൾ സാത്താന്റെ മർമ്മങ്ങളെ കുറിച്ചോ അവന്റെ ആഴങ്ങളെ കുറിച്ചോ ആരായണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. ആരായണ്ടെന്നാണ് പറയുന്നത്. സാത്താന്റെ ആഴങ്ങളെ കുറിച്ച് അറിയാത്തവർ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര സന്തോഷമാണെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. അപ്പൊ സാത്താന്റെ ആഴങ്ങൾ അന്വേഷിച്ച പോലെ അവന്റെ സ്വഭാവം എന്താ, അവൻ എങ്ങനെ, അങ്ങനെയാണെന്നൊന്നും നമ്മൾ അറിയേണ്ട കാര്യമേ ഇല്ല. ഹീസ് എ ഡിഫീറ്റഡ് എനിമി. നമ്മുടെ ഉള്ളിലുള്ള കർത്താവ് സകലരെക്കാളും വലിയവനാണ്. ഒന്നിനും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. കാരണം ദ ലോർഡ് ഈസ് പവർഫുൾ എബവ് എവരി വൺ. ഓക്കെ, നമ്മൾ എല്ലാത്തിനും സംശയമാണ്. ഈ വാക്സിനേഷൻ എടുക്കുന്നതിന് സംശയമായിരുന്നു. വാക്സിനേഷൻ എടുത്തു കഴിയുമ്പോൾ ഇവര് കുത്തിവെക്കുന്നത് മുദ്രയാണ്. ഏതാ? എതിർ ക്രിസ്തുവിന്റെ മുദ്ര കുത്തിവെക്കുവാന്ന് വാക്സിനേഷനിലൂടെ. ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ വിഷയങ്ങൾ. ഓൾറൈറ്റ്, അടുത്തത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിൽ ഉള്ളവനേക്കാളെന്നാണ്. അതൊരു പേടിപ്പിക്കുന്ന ഒരു ശബ്ദമാണ്. ഈ ലോകത്തിൽ ഒരുത്തനുണ്ട്, ലോകത്തിലുള്ളവരെക്കാൾ നല്ല. ഓക്കെ, ലിറ്റിൽ ചിൽഡ്രൻ യു ആർ ഫ്രം ഗോഡ് ആൻഡ് ഹാസ് ഓവർകം ദം. അവിടെ പറയുന്ന മറ്റവരെ ജയിച്ചു എന്നാ. പക്ഷെ താഴെ പറയാണ് ഫോർ ഹൂ ഈസ് ഇൻ യു ഈസ് ഗ്രേറ്റർ ദാൻ ഹീ ഹൂ ഈസ് ഇൻ ദ വേൾഡ്. അപ്പൊ ലോകക്കാരെ നിയന്ത്രിക്കുന്ന ഒരുത്തനുണ്ട്, അവനേക്കാളും വലിയവനാണ് നമ്മളെ നടത്തുന്ന കർത്താവ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ വെരി സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ അപ്പോ ദേശാധിപ ശക്തി വരുമ്പോ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ സുവിശേഷം പറയാൻ വിടുമ്പോ. അവിടെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അവിടെ ദേശാധിപ കർത്താവ് എന്താ പറഞ്ഞ? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. പോരാ, അത് പോരാ, നമ്മളും കൂടെ എന്തെങ്കിലും ചെയ്താലേ. ഓക്കെ, ആത്മീക പോരാട്ടം അങ്ങനെയല്ല, വിശ്വാസമാണ്. ലോകത്തെ ജയിച്ച ജയമോ നമ്മൾ വിശ്വസിച്ച വിശ്വാസമാണ്. ഓക്കെ, അങ്ങോട്ട് നമ്മൾ വരും. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ നമുക്ക് അറിയാം. ഇതൊരു വളരെ നല്ലൊരു ടെസ്റ്റിംഗ് ആണ്. അതായത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ ലോകത്തിന്റെ ആത്മാവുള്ള ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരുവിധ താല്പര്യവും ഉണ്ടാവുകയില്ല. ഉറക്കം വരും, അല്ലെ പരിപാടി നിർത്തിപ്പോയി. ഈ കർത്താവിന്റെ വിശുദ്ധ ജീവനെ കുറിച്ച് പറയുമ്പോൾ എന്തിനാ നമ്മൾ ഇരുന്ന് കേൾക്കുന്നത്? നമുക്ക് രസകരമായ എന്തെല്ലാം ഉണ്ട്. പക്ഷെ ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഈ കർത്താവിന്റെ ജീവനെ പോലെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വേറൊന്നുമില്ല. അപ്പോൾ അപ്പോസ്തലന്മാരുടെ വചനം കേട്ട് അത് രസിക്കുക, അതിൽ ആനന്ദിക്കാൻ പറ്റുന്നവൻ, അത് ഭയങ്കര പാടാണ് ആനന്ദിക്കാൻ. കാരണം നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതല്ല, നമ്മുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്നതല്ല. നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത്
ഈ ലോകത്തിൽ ഒരു പ്രയോജനവുമില്ല, അല്ലെ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണെന്ന് പറയുന്ന പോലും നമ്മുടെ തിരസ്കരണത്തെ കുറിച്ചാണ്. അവിടെ പോലും നമുക്കൊരു ആശ്വാസമില്ല. ചോദിക്കുന്നതിന് നനയ്ക്കുന്നതിൽ അത്യന്തപരമായി തരുമെന്ന് പറയുന്നതും ക്രിസ്തുവിന്റെ നിറവിനെ കുറിച്ചാണ്. അങ്ങനെ നോക്കിയാൽ ഈ കർത്താവിനെ കുറിച്ചല്ലാതെ ഒന്നും ബൈബിളിലില്ല. അപ്പൊ നമുക്ക് ഈ ജഡത്തിനെ ആശ്വസിക്കാൻ യാതൊന്നും ഇതിനകത്തില്ല. എന്നാലും നമ്മൾ എന്തിനാ സന്തോഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അവന്റെ ആത്മാവുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ സന്തോഷിക്കാനൊന്നും പറ്റില്ല. അപ്പം അപ്പോസ്തലന്മാരുടെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മളെ വീണ്ടും വീണ്ടും കർത്താവിന്റെ അടുത്തേക്ക് എത്തിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം ദൈവത്തിന്റെ ആത്മാവുള്ളവരാണ് എന്ന് യോഹന്നാൻ നമ്മോട് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്നു. സത്യത്തിന്റെ ആത്മാവ് സത്യത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന പല കാര്യങ്ങളും തേജസ്സിന്റെ ആത്മാവാണ്, പുത്രത്വത്തിന്റെ ആത്മാവാണ്, സത്യത്തിന്റെ ആത്മാവാണ്. അപ്പൊ പുത്രത്വത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാവും, സത്യത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാവും, അല്ലെ? തേജസ്സിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാവും. അപ്പൊ നമ്മളിൽ വസിക്കുന്ന ക്രിസ്തു, അവന്റെ ആത്മാവിനാൽ നമ്മൾ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നതിനാൽ നമുക്ക് മഹത്വം വേണം. ഞാൻ തന്നെ സത്യം എന്ന് പറഞ്ഞ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഈ ആത്മാവ് നമുക്ക് സത്യത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ സത്യം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഭയങ്കരമായിട്ട് സന്തോഷിക്കും. കാരണം ഈ ആത്മാവ് സത്യത്തെ മോഹിക്കുന്ന ആത്മാവാണ്, സത്യത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആത്മാവാണ്. നമ്മൾ സത്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിൽ സന്തോഷിക്കും. ഇതെല്ലാം നമ്മൾ ദൈവമക്കളാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ്. സത്യത്തിന്റെ ആത്മാവ് ഇന്നതെന്നും വഞ്ചനയുടെ ആത്മാവ് ഇന്നതെന്നും. ഈ വഞ്ചനയെ കുറിച്ച് നമ്മൾ വളരെ വളരെ ബോധ്യമുള്ളവരായിരിക്കും. അപ്പോൾ ചില സമയത്ത് അത് ഒട്ടും ഡിപ്ലോമാറ്റിക് ആയിരിക്കില്ല. നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ തുറന്നു, അത് മനുഷ്യരോടുള്ള വിഷമം കൊണ്ടല്ല. അവരുടെ ഉപദേശങ്ങൾ ക്രിസ്തുവിൽ നിന്ന് ആളുകളെ അകറ്റിക്കളയുന്നതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. ഓക്കെ, 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പിന്നെ ആവർത്തിക്കുകയാണ്, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. ഇത് എത്ര പ്രാവശ്യം പറയണം? എത്ര പറഞ്ഞാലും കുഴപ്പമില്ല. പത്രോസ് പറയുന്ന പോലെ എപ്പോഴാണ് ഞാൻ മരിച്ചു പോകുന്ന അറിയത്തില്ല. അതുകൊണ്ട് പറയാനുള്ളത് ഞാൻ പിന്നെയും പറയാണ്. കാരണം കൊടിയ ചെന്നായ്ക്കൾ വന്ന് നിങ്ങളെ പല വഴിക്ക് ചിതറിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് അടിസ്ഥാനമായി ഉളവാവുക. ആർക്കും നമ്മളെ തെറ്റിക്കാൻ പറ്റാത്ത പോലെ വചനത്തിൽ ഉറപ്പു നിശ്ചയമുള്ളവരായി മാറാൻ വേണ്ടി അപ്പോസ്തലന്മാർ ഒരു കാര്യം പറയുമ്പോൾ അത് ആവർത്തിച്ചുറപ്പിക്കും. എത്ര പ്രാവശ്യമാണ് നിങ്ങൾ ഈ സ്നേഹത്തെക്കുറിച്ച് കേൾക്കും? ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ എത്ര പ്രാവശ്യമാണ് സന്തോഷത്തെക്കുറിച്ച് കേൾക്കും? യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ എത്ര പ്രാവശ്യമാണ് സ്ഥിരതയെക്കുറിച്ച് കേട്ടത്? പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ എത്ര പ്രാവശ്യമാണ് വിശുദ്ധിയെക്കുറിച്ച് പറയുന്നത്? റോമാലേഖനം വായിക്കുമ്പോൾ എത്ര പ്രാവശ്യമാണ് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്? ഇതെല്ലാം വീണ്ടും പറഞ്ഞ് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഓരോ തലത്തിലും നമ്മൾ ഉറപ്പിച്ചാണ് അപ്പോസ്തലന്മാർ പോകുന്നത്. ഇവിടെ വീണ്ടും പറയാണ്, കൽപ്പനയെ വീണ്ടും ഒന്നിലേക്ക് ചുരുക്കിയിട്ട് പറയാണ്, സഹോദരന്മാരെ നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. ഇതാ ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞത്. ത്രിയേക ദൈവമാണ് ഈ സ്നേഹത്തിന്റെ ഓദർ, നമ്മുടെ ഉള്ളിലെ സ്നേഹം ഉണ്ടാക്കുന്നത്. പിതാവ് പുത്രനെയും, പുത്രൻ നമ്മെയും സ്നേഹിച്ച സ്നേഹമാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി. ആ ഡിവൈൻ ലവ് ആണ്. ഇത് മനുഷ്യർ സാധാരണ കാണിക്കുന്ന പരോപകാരപ്രദമായ സ്നേഹമായിട്ട് ഇതിനെ തെറ്റിദ്ധരിക്കരുത്. പരോപകാരപ്രദമായ സാധാരണ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് മാനുഷികമാണ്, മണ്ണിൽ നിന്ന് വരുന്നതാണ്, നമ്മുടെ വികാരങ്ങളിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇത് ദൈവത്തിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഓക്കെ, അത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവത്തെ അറിയുക എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം എന്താണ് ചിന്തിക്കുന്നത്? ഇപ്പൊ ഞാൻ എന്റെ സഹോദരനോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം അവനെക്കുറിച്ച് ദൈവം എന്താ ചിന്തിക്കുന്നത്. എന്തായിരിക്കും ചിന്തിക്കുന്നത്? നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും ദുർഘട സ്വഭാവമുള്ള, നിങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സഹോദരനെ മനസ്സിൽ ഓർത്തെ. ഒരാളെ മതി, ഒത്തിരി പേരുണ്ടെന്നറിയാം. ഒരാളെ ഓർത്തെ. എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചേ, ദൈവം എന്താ ഇവനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ദൈവത്തെ അറിയാല്ലേ. ദൈവം എന്തായിരിക്കും ചിന്തിക്കുന്നത്? അവനെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്? എങ്ങനെയാണ് ഇവനെ രക്ഷിക്കാൻ പറ്റുന്നതല്ലേ ചിന്തിക്കുള്ളൂ. പ്രത്യേകിച്ച് നമ്മളെ അവന്റെ അടുത്തേക്ക് വിടുമ്പോൾ ദൈവം എന്നിലൂടെ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? ചെയ്തു പോയോണ്ട് 10 മിനിറ്റ് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവൻ എന്റെ സ്നേഹത്തിന്റെ ഒരു ആശ്വാസം.
അവന്റെ ഹൃദയത്തിനകത്ത് കർത്താവ് ആരാന്നുള്ളൊരു വെളിപ്പാട് ലഭിക്കുമായിരിക്കും. ദൈവത്തിന് ഇതൊക്കെ അറിയാം. ഞാൻ ആ ആഗ്രഹത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയം എനിക്ക് അറിയാമെങ്കിൽ ഓരോ മനുഷ്യരെ കുറിച്ചും, എത്ര പാപികളായാലും, എത്ര എനിക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത ആളായാലും, എത്ര എനിക്ക് സഹിക്കാൻ പറ്റാത്ത ആളായാലും, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, ഒരു മനുഷ്യനോടുള്ള അവന്റെ ആർദ്രമായ കരുണയെക്കുറിച്ച് എനിക്ക് അറിയാമെങ്കിൽ, ദൈവത്തെ അറിയാമെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കും. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള എന്റെ അറിവെന്ന് പറയുന്നത് സഹോദരനോടുള്ള സ്നേഹമായിട്ടാണ് വെളിപ്പെട്ട് വരുന്നൊരു തിയോളജിക്കൽ പ്രസംഗമായിട്ടല്ല. അത് എന്റെ അടുത്തുള്ള സഹോദരനോടുള്ള സ്നേഹമായിട്ടാണ് അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. ഹൗ മച്ച് യു നോ ഗോഡ് ഷാൽ ബി ഇന്റർപ്രറ്റഡ് ആസ് യുവർ ലവ് ഫോർ യുവർ ബ്രദർ. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അങ്ങോട്ടാണ്. അപ്പൊ എനിക്ക് ദൈവത്തെ എന്തുമാത്രം അറിയാമെന്ന് എങ്ങനെ അറിയാം? സ്നേഹത്തിൽ നിന്ന് മാത്രമേ അത് അറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, എന്നേക്കാൾ കൂടുതൽ ദൈവത്തെ അറിയാവുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാനുള്ള കാരണം, തിയോളജിക്കൽ നോളജും ഉള്ളവരുണ്ടാകാം, പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വെളിപ്പാട് ലഭിച്ചവർ, ആ സ്നേഹത്തിന്റെ വെളിപ്പാട് ലഭിച്ചവര് നമ്മുടെ ഇടയിലുണ്ടാവും. അവരാണ് ദൈവത്തെ കൂടുതൽ അറിയുന്നവർ. അവരുടെ അറിവ് ചിലപ്പോൾ അവർക്ക് പ്രസംഗരൂപത്തിൽ പറയാൻ കഴിഞ്ഞില്ല എന്ന് വരാം, പക്ഷെ ദേ നോ ഗോഡ് മച്ച് മോർ ദാൻ യുവർ പ്രീച്ചേഴ്സ്. അതുകൊണ്ട് ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് സ്നേഹത്തിലൂടെ മാത്രമാണ്. ദൈവത്തിന്റെ ഹൃദയം അറിയുക. ദേ കനോട്ട് കണ്ടം അനദർ പേഴ്സൺ. ഇപ്പൊ ചിലർ ദൈവത്തെ വളരെ കുറച്ച് അറിയുന്നുള്ളൂ. അവർ ന്യായപ്രമാണം വെച്ചാണ് എല്ലാവരും വിധിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ കൃപ വെളിപ്പെട്ട് വരുമ്പോൾ, സകല മനുഷ്യരോടുമുള്ള ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ട് വരുമ്പോൾ, നമ്മുടെ സ്പിരിച്വാലിറ്റി കംസ് ടു ദാറ്റ് ഡിവൈൻ ലവ്. ഓക്കെ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തെ അറിയാനുള്ള ആകെയുള്ള വഴി എന്ന് പറയുന്നത് ത്രൂ ലവ് ആൻഡ് നത്തിങ് എൽസ്, ആൻഡ് അബ്സല്യൂട്ട്ലി നത്തിങ് എൽസ്. അടുത്ത വാക്യം പറയാണ്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്. ഈ അവനാൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാ ഞാൻ നേരത്തെ പറഞ്ഞ എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ. ഐ ലിവ് ബൈ ഹിം. ഇറ്റ് ഈസ് ബൈ ഹിം ഐ ലിവ്. അവനാലാണ് ഞാൻ ജീവിക്കുന്നത്. പ്രസന്റ് ടെൻസ്. എന്നാലല്ല. നോട്ട് ബൈ മൈ എബിലിറ്റി. ഇപ്പൊ കർത്താവിന് എന്തിനെനിക്ക് തന്നത്? അവനാൽ ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ തന്നെ ജീവിക്കാനാണെങ്കിൽ എന്നോട് കുറെ ഉപദേശങ്ങൾ തന്നാൽ മതിയായിരുന്നു. കർത്താവിനെ ഇങ്ങ് തരണ്ടായിരുന്നു. ഇപ്പൊ കർത്താവിനെ തന്നെ എനിക്ക് തന്ന എന്തിനാണ്? അവനാൽ ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ്. ഐ ലിവ് ബൈ ഹിം, ബൈ ദാറ്റ് എക്കോസിസ്റ്റം, ബൈ ദാറ്റ് പ്രൊവിഷൻ. കർത്താവ് എനിക്ക് തരുന്ന ധനത്തിൽ നിന്നാണ് ഞാൻ സുഖമായിട്ട് ജീവിച്ചത്. എന്ത് ജീവനാണ് അത്? പുതിയ ജീവനാണ്. സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ മനുഷ്യന്റെ ജീവനാണ്. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. ഇപ്പൊ ലോകത്തിലേക്ക് അയച്ചു എന്തിനു വേണ്ടിയാ? ഐ ഹാവ് ടു ലീവ് ബൈ വേ ഓഫ് ക്രൈസ്റ്റ്, ബൈ ക്രൈസ്റ്റ്, ക്രിസ്തുവിനാൽ ജീവിക്കേണ്ടതിന് എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പൊ ലോകത്തിലേക്കാണ് അയച്ചത്, പക്ഷെ പ്രത്യക്ഷമാക്കിയത് നമ്മോടുള്ള സ്നേഹമാണ്. അവിടെ ഒരു ലിമിറ്റഡ്നെസ് ഉണ്ട്. ആ ലിമിറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ദൈവം കർത്താവിനെ നൽകിയത് അവന്റെ ജനത്തിന് വേണ്ടിയാണ്, അവന്റെ സഭയ്ക്ക് വേണ്ടിയാണ്, അവന്റെ കൂട്ടത്തിന് വേണ്ടിയാണ്. ആ സഭയ്ക്ക് വേണ്ടിയാണ് മണവാളൻ മരിക്കുന്നത്. നമ്മൾ സഭയാം മണവാട്ടിക്ക് വേണ്ടിയാണ് മണവാളൻ മരിക്കുന്നത്. നമ്മോടുള്ളവന്റെ സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പൊ അങ്ങോട്ട് സ്നേഹിച്ചായിരുന്നു കുഴപ്പമില്ലായിരുന്നു. അങ്ങോട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തെ അന്വേഷിക്കാതെ, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നന്മയും കണക്കുകൂട്ടാതെ, ഒരു നന്മയും കണക്കുകൂട്ടാതെ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ, നമ്മൾ 2-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ കണ്ട ഒരു ഭാഗമാണ് ഈ പാപങ്ങളുടെ പ്രായശ്ചിത്തമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു ആടിനെ അർപ്പിച്ച് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അവൻ തന്നെ പ്രായശ്ചിത്തമാകുവാൻ,
അവനെ തന്നെ ദൈവം നമുക്ക് നൽകി എന്നുള്ളത് സാക്ഷാൽ സ്നേഹമാകുന്നു. അതായത് പുത്രനെ നമുക്കായി ആ വേദന അനുഭവിക്കാനും നമുക്കായി മരിക്കുവാനും പുത്രനെ അവൻ നമുക്ക് വേണ്ടി വിട്ടു തന്നു എന്നുള്ളതാണ് ദൈവത്തിന് സാക്ഷാലുള്ള സ്നേഹം. അങ്ങനെ നമുക്ക് വേണ്ടി അയച്ചു തന്നാണ് അവൻ അവന്റെ സ്നേഹത്തെ കാണിച്ചു തന്നത്. അപ്പൊ നമ്മെ രക്ഷിക്കാൻ ഭയപ്പെടുത്തി രക്ഷിക്കാനല്ല കർത്താവ് ശ്രമിച്ചത്, പേടിപ്പിച്ച്. പഴയ നിയമം അങ്ങനെയായിരുന്നു അല്ലെ? ഇസ്രായേൽ മക്കളെ പേടിപ്പിച്ച് തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത്. കാരണം അത് ഭൗതികമായ രക്ഷ മാത്രമാകുന്നുള്ളൂ. യുദ്ധങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പേടിപ്പിച്ച് രക്ഷിക്കാം, അല്ലെ പരീക്ഷയ്ക്ക് നോക്കാതിരിക്കാൻ വേണേ പേടിപ്പിച്ച് അവനെ കൊണ്ട് പഠിപ്പിക്കാം. പക്ഷെ സ്വർഗത്തിൽ പോകാൻ ആരെയും പേടിപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്യുന്നറിയോ? അവൻ ഭയങ്കരമായ സ്നേഹം ഇന്ന് കാണിക്കുവാനും എന്നിട്ട് പറയാണ്, ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയുമ്പോൾ നമ്മൾ ആ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുക, പുത്രത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുക, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുക. കർത്താവിന്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ചെന്നാ മതിയെന്ന് എന്റെ ഹൃദയം അങ്ങനെ ഞെരങ്ങുകയാണ്. അത് എങ്ങനെ ഞെരങ്ങാൻ തുടങ്ങിയെന്നറിയോ? ഈ സ്നേഹം കണ്ടിട്ട്. ഈ സാക്ഷാൽ സ്നേഹമാണ് നമ്മെ വീണ്ടെടുത്തത്. നമ്മൾ അവനെ തെരഞ്ഞെടുത്തതല്ല, അവനെ സ്നേഹിച്ചതല്ല. അവനെ നമുക്ക് ഒട്ടും മനസ്സിലാകുന്നില്ലായിരുന്നു. ഒട്ടും അവനെ മനസ്സിലാകാതിരിക്കുമ്പോഴും സ്നേഹിക്കാതിരിക്കുമ്പോഴും ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതിനാൽ അവൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രത്യക്ഷമാക്കി. ഇപ്പൊ യോഹന്നാന്റെ ലേഖനം വീണ്ടും വീണ്ടും വരുന്നത് ഈ സ്നേഹം എന്നത് കർത്താവ് നമ്മൾ കാണിച്ചു തന്നു. നമ്മെ അവൻ സ്നേഹിച്ചതാണ്. സ്നേഹത്തിനകത്തേക്ക് നമ്മളിങ്ങനെ വലിച്ചെടുക്കുമായിരുന്നു. അപ്പൊ നമ്മളുടെ സ്നേഹത്തിൽ നിറഞ്ഞ് അവനിൽ വസിച്ച് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്ന് ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കാനും നമ്മൾ വിശദീകരണം പ്രാപിച്ച അനുസരണമുള്ളവരായി ദൈവത്തിന്റെ മക്കളായി കാണപ്പെടുവാനും യോഹന്നാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ, ഇതേ ആർഗ്യുമെന്റ് തന്നെയാണ്, നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞു. ഇപ്പൊ ദൈവത്തെ അനുഭവിക്കാൻ കാഴ്ച കൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല. ഇപ്പൊ ദൈവത്തെ ഒരാൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ അനുഭവിക്കാൻ പറ്റുള്ളൂ? അവന്റെ ആട്രിബ്യൂട്ട്സിലൂടെ മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതായത് ക്വാളിറ്റീസ്. ഓക്കെ, ഒരിക്കലും നമുക്ക് ദൈവത്തെ കണ്ണുകൊണ്ട് കണ്ട് ഈ ലോകത്ത് അനുഭവിക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് ദൈവത്തെ അനുഭവിക്കേണ്ടത്? അവന്റെ സ്വഭാവത്തിലൂടെയാണ് അനുഭവിക്കേണ്ടത്. പുസ്തകം വായിച്ച് അവനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെയല്ല, ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് വരുമ്പോഴാണ് ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദൈവത്തെ നമുക്ക് കണ്ടറിയാൻ പറ്റില്ല. കാഴ്ചയ്ക്ക് അവൻ വെളിപ്പെടുന്നില്ല, പക്ഷെ അവൻ ആത്മാവിൽ വെളിപ്പെടുന്നു. സ്നേഹമായിട്ട് അവന്റെ ക്യാരക്ടറിനെ കാണിച്ചു തരുന്നു. ദൈവത്തെ നമുക്ക് ആത്മാവിൽ അറിയാൻ മാത്രമേ ഈ ഭൂമിയിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ദൈവത്തെ അറിയാനും അറിയിക്കാനുമുള്ള വഴിയെന്ന് പറയുന്നത് ആ ദിവ്യ സ്നേഹം നമ്മളിൽ വസിക്കുക എന്നുള്ളതാണ്. ഒരു മതത്തിലൂടെ നമുക്ക് ആളുകളെ കർത്താവിലേക്ക് എത്തിക്കാൻ കഴിയില്ല. കർത്താവിന്റെ സ്നേഹത്തെ പ്രസിദ്ധമാക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. വാഗ്ദത്തങ്ങളിലൂടെ അല്ലാതെ, പ്രത്യാശയിലൂടെ അല്ലാതെ, സ്നേഹത്തിലൂടെ അല്ലാതെ, ചേർത്ത് പിടിക്കുന്നതിലൂടെ അല്ലാതെ, വിട്ടുകളയില്ല എന്നുള്ള വാക്ക് പറഞ്ഞ് കർത്താവ് ആ സ്നേഹത്തെ നമ്മുടെ ഉള്ളിൽ ഉരുവാക്കിയാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ബൈ ത്രട്ടനിങ് അസ്. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മതം ഈസ് ഓൾവേസ് അബൌട്ട് ത്രട്ടനിങ് ആൻഡ് സബ്ജുഗേറ്റിംഗ് പീപ്പിൾ, ബട്ട് ക്രൈസ്റ്റ് ഈസ് അബൌട്ട് ലിബറേറ്റിംഗ് ദം. മതം എപ്പോഴും മനുഷ്യരെ ഭയത്തിന് അടിമകളാക്കി മാറ്റും. എന്നാൽ കർത്താവ് അവരെ ആ മരണകരമായ അവസ്ഥകളിൽ നിന്ന് വിടുവിക്കുകയാണ് ചെയ്യുന്നത്. ആ വിടുവിക്കുന്നതിന്റെ സുവിശേഷമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞൊരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ക്രിസ്തുവിനെ കണ്ടല്ലോ? കണ്ടു, പക്ഷെ ദൈവ മഹത്വത്തിൽ കണ്ടില്ല, മനുഷ്യനായ കണ്ടുള്ളൂ. അവനെ ദൈവ മഹത്വത്തിൽ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ആത്മാവായിട്ട് അവനെ അനുഭവിക്കാൻ പറ്റും, പക്ഷെ ഒരിക്കലും കാഴ്ച കൊണ്ട് ദൈവ മഹത്വം നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാൽ മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആത്മാവിൽ ആ കർത്താവിനെ അറിയാൻ പറ്റും. അപ്പോൾ ആത്മാവിലല്ലാതെ ദൈവത്തെ അറിയാൻ പറ്റില്ല. കാരണം തേജസ്സോടെ, ആ തേജസ്സുള്ള കർത്താവിനെ അറിയണമെങ്കിൽ നമ്മൾ അതേ തേജസ് പ്രാപിച്ച് അവന്റെ മുമ്പിൽ ചേരണം. ഒരിക്കൽ നമ്മൾ അങ്ങനെ ചെല്ലും, അങ്ങനെ നമ്മൾ അറിയും. പക്ഷെ ഈ ലോകത്തുള്ളിടത്തോളം കാലം നമ്മൾ ദൈവത്തെ അറിയുന്നത് അവന്റെ ആട്രിബ്യൂട്ട്സിലൂടെയാണ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നറിയാം? സ്നേഹം, അവന്റെ ആത്മീക സ്വഭാവം, അവന്റെ പ്രകൃതം. അത് നമ്മൾ അനുഭവിച്ചാണ് ഓ ദൈവം ആരാണ് എന്ന് ഞാൻ അറിയുന്നത്, ഓ ദൈവം എങ്ങനെ എന്നെ സ്നേഹിച്ചതെന്ന് അറിയുന്നു. അതറിയുവാൻ ദൈവത്തിൽ നമ്മളും കർത്താവിൽ നമ്മളും കർത്താവിൽ നമ്മളും നമ്മളിൽ കർത്താവ് വസിച്ചെങ്കിൽ മാത്രമേ ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു,
അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. അപ്പൊ ശരിയായ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ തികവാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് വീണ്ടും വീണ്ടും സഭയെ ഈ യോഹന്നാന്റെ ലേഖനത്തിലൂടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്, സഭയും ഈ ബൈബിൾ സ്റ്റഡി കൂടി വന്ന എല്ലാ സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ ചലഞ്ചഡ് ആകേണ്ടത്, നമ്മുടെ ഹൃദയം കൊണ്ട് മുറിയേണ്ടത് ഒരു മതത്തിന്റെ പ്രമാണങ്ങൾ കണ്ടിട്ടല്ല, അത് സഹോദരനോടുള്ള സ്നേഹത്തിന്റെ ഡിമാൻഡ് കണ്ടിട്ടാണ്. അവിടെയാണ് നമ്മൾ മാനസാന്തരപ്പെടുന്നത്. നമ്മൾ കുറച്ചുകൂടി നല്ലൊരു ഒരു മതഭക്തനാകാൻ വേണ്ടിയല്ല ഇത്. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ വാഴുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. എന്റെ ഹൃദയത്തിനകത്ത് എന്താണ്, എനിക്കറിയില്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എന്താ പോകുന്നുള്ള കാര്യം. ബട്ട് ദ ലോർഡ് വാണ്ട്സ് എ റിപ്പന്റൻസ്. നിങ്ങൾ മറ്റുള്ളവർ വിധിക്കുന്ന സ്വഭാവത്തിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർ ചെറിയ ചെറിയ പാപങ്ങളെ അനലൈസ് ചെയ്യുന്ന സ്വഭാവത്തിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത ആ ഒരു മരവിപ്പ് നമ്മളെ ബാധിക്കും. പതുക്കെ പതുക്കെ നമ്മൾ മറ്റുള്ളവരെ അനലൈസ് ചെയ്ത് അവസാനം നമ്മുടെ ജീവിതം നമ്മുടെ മുമ്പിൽ വരുമ്പോഴേക്കും നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരും. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും കൃപയാലാണ്, നമ്മളും കൃപയാലാണ് കർത്താവിന് മുമ്പിൽ നിൽക്കുന്നത്. ആ കൃപ നമ്മിൽ വർദ്ധിക്കുമാറാകട്ടെ, അത് സ്നേഹമായി മറ്റുള്ളവരിലേക്ക് പകരുമാറാകട്ടെ. നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ഇമ്പോർട്ടന്റ് നോട്ടീസ് ഉണ്ട്. ബുധനാഴ്ച രാവിലെ 5:30 ഗലാത്യ ലേഖന പഠനം ആരംഭിക്കുന്നത്. അത് അമേരിക്കയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വേണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമ്മുടെ അവരുടെ സൂം ഐഡിയിലാണ്, സൂം കണക്ഷനിലാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അവർക്ക് വേറെ മീറ്റിംഗ്സ് ഒന്നുമില്ല, ഈ ഒരു മീറ്റിംഗേ ഉള്ളൂ. അപ്പോൾ ഗലാത്യ ലേഖന പഠനം ബുധനാഴ്ച രാവിലെ 5:30 മുതൽ 6:30 വരെയാണ്. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുന്ന ശീലമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം. രാവിലെ എഴുന്നേൽക്കുന്ന ശീലമില്ലെങ്കിൽ, ശീലം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അതിന്റെ റെക്കോർഡഡ് ഓഡിയോ വരുന്നതായിരിക്കും. ഒന്നും നിർബന്ധത്താലല്ലാത്തത് കൊണ്ട് അതങ്ങനെയാണല്ലോ. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ റെക്കോർഡഡ് ഓഡിയോ ഇടുന്നതായിരിക്കും. സോ അതിനുവേണ്ടി ഉറക്കം വിളിച്ച് കാത്തിരിക്കണമെന്നില്ല. ബട്ട് ഇൻ കേസ് യു വാണ്ട് ടു ഹിയർ ഇറ്റ് ലൈവ്, യു ക്യാൻ ലിസൺ ടു ഇറ്റ് അറ്റ് 5:30. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മക്കളായിട്ട് ഞങ്ങളെ തെരഞ്ഞെടുക്കുമ്പം എത്ര വലിയ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ തന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ വസിച്ച് അങ്ങയിൽ നിന്ന് പ്രാപിച്ച് ഞങ്ങൾ ആ ട്രൂ സ്പിരിച്വാലിറ്റിയിലേക്ക്, അങ്ങയുടെ സ്നേഹമെന്ന ആ പത്യോപദേശം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കും. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.